8ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പരിശോധിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദി യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? കഥയിൽ പറയുന്ന ഒരു ജാപ്പനീസ് ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലെ ഏറ്റവും ഇളയ കുട്ടി എങ്ങനെയാണ് അവൻ കഥയിൽ പരിചയപ്പെടുത്തപ്പെടുന്നത്? ആൻസർ, ദ യങ്ങസ്റ്റ് ചൈൽഡ് വാസ് എ ബോയ്. കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുട്ടി ഒരു ആൺകുട്ടിയായിരുന്നു. ഹി വാസ് ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. തൻ്റെ സഹോദരന്മാരെക്കാൾ വളരെ സാമർഥ്യമുള്ളവനായിരുന്നു അവൻ. ബട്ട് ഹി വാസ് വെരി വീക്ക് ആൻഡ് സ്മോൾ. എന്നാൽ അവൻ ജന്മന വളരെ ക്ഷീണിതനും വളർച്ച കുറഞ്ഞ ഒരു ചെറിയ കുട്ടിയുമായിരുന്നു. ആൻഡ് സീംഡ് ടു ബി അൺഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന് അവൻ അൺഫിറ്റാണ്, യോജിച്ച ഒരു കുട്ടിയല്ല എന്ന് കാണപ്പെട്ടിരുന്നു. പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അവനെ കാണുന്ന ജനങ്ങളൊക്കെ പറയും, ഇവൻ ഒരിക്കലും വളർച്ച പ്രാപിക്കില്ല, വളർന്നു വലുതാകില്ല എന്നൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2, why did the parents take the boy to the priest? എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ അവനെ ഒരു പുരോഹിതന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയത്? ആൻസർ, the boy was unfit for hard work and he could not be a farmer. ഈ കുട്ടി കഠിനാധ്വാനത്തിന് യോജിച്ച ഒരു കുട്ടിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ഒരു കർഷകനാകാൻ കഴിയുമായിരുന്നില്ല. His parents wanted to make him a priest. അവന്റെ രക്ഷിതാക്കൾ അവനെ ഒരു പുരോഹിതനാക്കാൻ ആഗ്രഹിച്ചു. So they took him to a priest to make him an acolyte. അതുകൊണ്ട് തന്നെ അവന്റെ രക്ഷിതാക്കൾ അവനെ ഒരു പുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അവനെ പുരോഹിതന്റെ ഒരു സഹായി ആക്കുന്നതിന് വേണ്ടി, acolyte ആക്കുന്നതിന് വേണ്ടി. മാത്രമല്ല, and teach him what a priest should know. ഒരു പുരോഹിതൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 3, ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരുപക്ഷെ നീ വലിയൊരു കലാകാരൻ ആയേക്കാം. ഈ സെന്റൻസ് കഥയിൽ നിന്നുള്ളതാണ്, പുരോഹിതൻ കുട്ടിയോട് പറയുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡു യു തിങ്ക് ദി ഒപ്പീനിയൻ ഓഫ് ദ പ്രീസ്റ്റ് അബൌട്ട് ദ ബോയ് ഈസ് അപ്രോപ്രിയേറ്റ്? വൈ? കുട്ടിയെക്കുറിച്ചുള്ള പുരോഹിതന്റെ ഈ അഭിപ്രായം അനുയോജ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? എന്തുകൊണ്ട്? യെസ്, ദ പ്രീസ്റ്റ്സ് ഒപ്പീനിയൻ ഈസ് അപ്രോപ്രിയേറ്റ്. പുരോഹിതന്റെ ഈ അഭിപ്രായം വളരെ അനുയോജ്യമാണ്. ദ ബോയ് ഡ്രൂ കാറ്റ്സ് വെൻ ആൻഡ് വേർ ദ പിക്ചേഴ്സ് ഷുഡ് നോട്ട് ബി ഡ്രോൺ. കാരണം ഈ കുട്ടി എപ്പോൾ എവിടെ ചിത്രങ്ങൾ വരയ്ക്കാൻ പാടില്ല അവിടെയൊക്കെ അവൻ പൂച്ചകളുടെ ചിത്രം വരച്ചു വെക്കുമായിരുന്നു. He had the genius of an artist. ഒരു കലാകാരന്റെ പ്രതിഭ, ജീനിയസ്, അവനിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പുരോഹിതന്റെ ഈ അഭിപ്രായം വളരെ യോജിച്ചതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് വാസ് ദി അഡ്വൈസ് ഓഫ് ദി പ്രീസ്റ്റ് ടു ദ ബോയ്? കുട്ടിയോട് പുരോഹിതന്റെ ഉപദേശം എന്തായിരുന്നു? ആൻസർ, the priest advised the boy to avoid large places at night and keep to small. രാത്രി സമയത്ത് വലുതും വിശാലമായതുമായ സ്ഥലങ്ങൾ ഒഴിവാക്കണം, ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങണം എന്നുള്ളതായിരുന്നു പുരോഹിതന്റെ ഉപദേശം. അതാണ് ഉപദേശിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 5, why didn't the boy go home after he left the temple? ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കുട്ടി എന്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയില്ല? ആൻസർ, he was afraid that his father would punish him for having been disobedient to the priest. പുരോഹിതനോട് അനുസരണക്കേട് കാണിച്ചു എന്ന കാരണത്താൽ അച്ഛൻ തന്നെ ശിക്ഷിക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് അവൻ വീട്ടിലേക്ക് പോകാതിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, when the boy entered the temple he did not see anyone. What could be the reason? കുട്ടി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ ആരെയും കണ്ടില്ല.
എന്തായിരിക്കും കാരണം? ആൻസർ: there was no one in the temple. ക്ഷേത്രത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. A goblin had frightened away all the priests. ഒരു ഗോബ്ലിൻ, ഒരു വേതാളം എല്ലാ പുരോഹിതന്മാരെയും ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ടേക്കൻ പൊസിഷൻ ഓഫ് ദി ടെമ്പിൾ, എന്നിട്ട് ക്ഷേത്രം കൈയടക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആരും ഉണ്ടാകാതെ ഇരുന്നത്. Question number 7. Why did he choose a small place to sleep? എന്തുകൊണ്ടാണ് കുട്ടി ഒരു ചെറിയ സ്ഥലം ഉറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? ആൻസർ: The priest had advised him to avoid large places at night and keep to small places. തൻ്റെ ആദ്യത്തെ ഗുരുവും പുരോഹിതനുമായിരുന്ന ആ വ്യക്തി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയോട് രാത്രി സമയത്ത് വിശാലമായ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങണമെന്നും. So he chose a small place to sleep, even though he did not know the meaning of the advice. ആ ഉപദേശത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കുട്ടിക്ക് അറിയില്ലായിരുന്നെങ്കിലും അതുകൊണ്ടാണ് അവൻ ഉറങ്ങാൻ ഒരു ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത്. Number 8. Where did the boy find a safe place to sleep on? ഉറങ്ങുന്നതിന് വേണ്ടി ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം കുട്ടി എവിടെയാണ് കണ്ടെത്തിയത്? ആൻസർ: The boy found a small cabinet with a sliding door to sleep in. ഒരു ചെറിയ ക്യാബിനറ്റ് കുട്ടി കണ്ടു. അതിന് നീക്കാൻ പറ്റുന്ന ഒരു ഡോറും ഉണ്ടായിരുന്നു. അത് ഉറങ്ങാൻ പറ്റുന്നത് ഒന്നാണെന്ന് കുട്ടി കണ്ടെത്തി. Number 9. What was the dreadful voice that the boy heard? ഭീകരമായ ചില ശബ്ദങ്ങൾ കുട്ടി കേട്ടു. എന്തായിരുന്നു ആ ശബ്ദം? The boy heard the dreadful noise of fighting and screaming created by the goblin rat and the cats drawn by the boy. രാത്രിയിൽ കുട്ടി വരച്ചു വെച്ചിരുന്ന പൂച്ചകളും അതുപോലെ തന്നെ ആ ഗോബ്ലിൻ റാറ്റ്, വേതാളം പോലെ രൂപം കൊണ്ട ആ വലിയ റാറ്റും തമ്മിലുള്ള ഫൈറ്റിംഗ്, പോരാട്ടങ്ങളുടെയും സ്ക്രീമിംഗ്, നിലവിളികളുടെയും പേടിപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു കുട്ടി കേട്ടത്. Number 10. How do you think the goblin rat was killed? ആ ഗോബ്ലിൻ റാറ്റ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ: The goblin rat might have engaged in a fight with numerous cats the boy drew on screens and pillars of the temple. ക്ഷേത്രത്തിലെ തൂണുകളിലും അവിടെ ഉണ്ടായിരുന്ന മറകളിലും സ്ക്രീനുകളിലും കുട്ടി ധാരാളം പൂച്ചകളെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൂച്ചകളും ഗോബ്ലിൻ റാറ്റും തമ്മിൽ ഒരു സംഘടനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. ആൻഡ് ദസ്, അങ്ങനെ ഇറ്റ് ഗോട്ട് കിൽഡ്, ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെട്ടിരിക്കാം. Question number 11. Was the advice of the priest helpful to the boy? Why? പുരോഹിതന്റെ ഉപദേശം കുട്ടിക്ക് സഹായകരമായോ? എന്തുകൊണ്ട്? Yes, it was helpful. Because of the advice, the boy chose a small place to sleep. ആ ഉപദേശം കാരണമാണ് കുട്ടി ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം കണ്ടെത്തിയത്, തിരഞ്ഞെടുത്തത്. Which saved his life from the goblin. അത് ഗോബ്ലിനിൽ നിന്ന് അവന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, ആക്ടിവിറ്റി 1, ടെക്സ്റ്റ് ബുക്ക് പേജ് 35. പാഠപുസ്തകത്തിലെ 35-ാമത്തെ പേജിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്. Did you enjoy the story The Boy Who Drew Cats? If you were the young boy, how would you tell the story? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കഥയിലെ യങ് ബോയ്, അതിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഈ കഥ നിങ്ങൾ എങ്ങനെ പറയും? ഇതാണ് ആക്ടിവിറ്റി. നമുക്കറിയാം, പാഠപുസ്തകത്തിൽ ഈ കഥ പറഞ്ഞിരിക്കുന്നത് 3rd person പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതായത് ഹി, ദേ തുടങ്ങിയ പ്രൊനൗണുകൾ ഉപയോഗിച്ചുകൊണ്ട്.
ഇനി നമ്മോട് കഥ പറയാൻ പറയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കഥ ഫസ്റ്റ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവിൽ പറയുക എന്നുള്ളതാണ്. നാം ഐ, മീ, മൈ തുടങ്ങിയ പ്രോനൗണുകൾ ഉപയോഗിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ കഥ പറയുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു നറേറ്റീവ് ആവശ്യപ്പെടുമ്പോൾ നമ്മുടേതായ ഒരു ടൈറ്റിൽ കഥകൾക്ക് നൽകണം. ഇവിടെ ഞാൻ 2 ടൈറ്റിൽസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈറ്റിലുകളും കണ്ടെത്താം. ഒന്ന്, എ ഗോബ്ലിൻ റാറ്റ് ആൻഡ് മൈ കാറ്റ്സ്, ഒരു ഗോബ്ലിൻ റാറ്റും എൻ്റെ പൂച്ചകളും. മറ്റൊന്ന്, ദ കാറ്റ്സ് ദാറ്റ് ഐ ഡ്രൂ, ഞാൻ വരച്ച പൂച്ചകൾ. ഇതുപോലെ മോഡലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈറ്റിൽ കഥയുമായിട്ട് ബന്ധമുള്ള രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ശ്രദ്ധിക്കുക. ഐ വാസ് ദി യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ പുവർ ജാപ്പനീസ് ഫാമിലി, ഒരു പാവപ്പെട്ട ജാപ്പനീസ് കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. ബൈ ബർത്ത് ഐ വാസ് അൺയൂഷ്വലി വീക്ക് ആൻഡ് സ്മോൾ, ജന്മന ഞാൻ വളരെ വീക്കും അതുപോലെ തന്നെ വളർച്ച കുറഞ്ഞ ഒരു സ്മോൾ കുട്ടിയുമായിരുന്നു, ഒരു ചെറിയ കുട്ടിയുമായിരുന്നു. തിങ്കിങ് ദാറ്റ് ഐ വാസ് അൺഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന് ഞാൻ അൺഫിറ്റ് ആണെന്ന് കരുതിക്കൊണ്ട്, മാത്രമല്ല ടു മേക്ക് മീ എ പ്രീസ്റ്റ്, എന്നെ ഒരു പുരോഹിതനാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും. മൈ പാരൻസ് ടുക്ക് മീ ടു എ പ്രീസ്റ്റ്, എൻ്റെ രക്ഷിതാക്കൾ എന്നെ ഒരു പുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. They requested the priest to make me an acolyte of him. അവർ ആ പുരോഹിതനോട് അദ്ദേഹത്തിൻ്റെ ഒരു ആക്കുലൈറ്റ്, ഒരു സഹായിയായിട്ട് എന്നെ നിർത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. മാത്രമല്ല ടീച്ച് മീ തിങ്സ് ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണമെന്നും അവർ റിക്വസ്റ്റ് ചെയ്തു. ഐ ഹാഡ് ആൻ ഇൻസ്റ്റിങ്ക്റ്റ് ടു ഡ്രോ കാറ്റ്സ്, പൂച്ചകളെ വരയ്ക്കാനുള്ള ഒരു ജന്മവാസന, ഇൻസ്റ്റിങ്ക്റ്റ് എന്നിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്, അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ബിഫോർ ലോങ് ദ പ്രീസ്റ്റ് റിയലൈസ്ഡ് ദാറ്റ് ഐ കുഡ് നോട്ട് ബി എ ഗുഡ് പ്രീസ്റ്റ്. പുരോഹിതന് ഒരു കാര്യം വളരെ വൈകാതെ മനസ്സിലായി, എനിക്കൊരിക്കലും നല്ലൊരു പുരോഹിതനാകാൻ കഴിയില്ല എന്നുള്ള കാര്യം. ബട്ട് മൈറ്റ് ബി അൻ ആർട്ടിസ്റ്റ്, എന്നാൽ ഒരുപക്ഷെ ഞാൻ നല്ലൊരു കലാകാരൻ ആയേക്കാമെന്നും അദ്ദേഹം കരുതി. ഹി ടോൾഡ് മീ ടു ലീവ് ദ ടെമ്പിൾ, എന്നോട് ആ ക്ഷേത്രം വിട്ടുപോകാൻ അദ്ദേഹം കൽപ്പിച്ചു. ആൻഡ് അഡ്വൈസ്ഡ് മീ ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് ടു കീപ് ടു സ്മോൾ, രാത്രി സമയത്ത് വിശാലമായ വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിക്കണമെന്നും ചെറിയ സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടണമെന്നും അദ്ദേഹം എന്നെ ഉപദേശിച്ചു. I was afraid of my father's punishment for being disobedient to the priest. ഈ പുരോഹിതനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചു, അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കും എൻ്റെ ഫാദർ എന്ന് ഭയപ്പെട്ടു ഞാൻ. ആൻഡ് ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ ഹോം, അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. ഐ വെന്റ് ടു ദ നെയ്ബറിംഗ് വില്ലേജ് where there was a big temple. ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ വലിയൊരു ക്ഷേത്രമുണ്ടായിരുന്നു. I did not know the fact that the temple had been locked up because a goblin had frightened away all the priests. എന്നാൽ ഒരു വേതാളം ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരെയും ഭയപ്പെടുത്തി ഓടിച്ചതുകൊണ്ട് ആ ക്ഷേത്രം ഇപ്പോൾ ലോക്ക്ഡപ്പ് ആണ്, അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം എനിക്കറിയുമായിരുന്നില്ല. I reached the village at night when everyone was already in their beds. ആളുകളൊക്കെ ഉറങ്ങാൻ തുടങ്ങിയ സമയത്ത് രാത്രിയാണ് ഞാൻ ആ ഗ്രാമത്തിലെത്തിയത്. I could find light inside the temple. ആ ക്ഷേത്രത്തിൽ വിളക്ക് കത്തുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. And I entered it. ഞാൻ ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. But nobody was there. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. And I waited there expecting some priest might come. ഏതെങ്കിലും പുരോഹിതർ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ കാത്തിരുന്നു. While waiting, I drew numerous cats on the screens and pillars there. അങ്ങനെ ഞാൻ കാത്തിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനുകളിലും തൂണുകളിലെല്ലാം തന്നെ ഞാൻ ധാരാളം പൂച്ചകളെ വരച്ചു വെച്ചു. Soon I felt sleepy
and looked for a small place to sleep on. പെട്ടെന്ന് എനിക്ക് ഉറക്കം അനുഭവപ്പെട്ടു. ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം ഞാൻ അവിടേക്ക് നോക്കി. As I remembered then the advice of the priest. ചെറിയ സ്ഥലം അന്വേഷിക്കാനുള്ള കാരണം അപ്പോഴാണ് എനിക്ക് പുരോഹിതന്റെ ആ ഉപദേശം ഓർമ്മ വന്നത്. I found a small cabinet there. എനിക്ക് അവിടെ ഒരു ചെറിയ ക്യാബിനറ്റ് കാണാൻ സാധിച്ചു. And I slept in it. ഞാൻ അതിനകത്ത് കയറി ഉറങ്ങി. Late in the night, I was awakened by some strange noise of fighting and screaming. എന്നാൽ രാത്രി വളരെ വൈകി ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്, പോരാട്ടങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും നിലവിളികളുടെയും പേടിപ്പെടുത്തുന്ന വിചിത്രമായ ശബ്ദം കേട്ട് ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു. നെക്സ്റ്റ് മോർണിംഗ് ഐ സോ ദ ഫ്ലോർ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. പിറ്റേന്ന് രാവിലെ എനിക്ക് കാണാൻ സാധിച്ചു തറയാകെ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്നത്, രക്തത്താൽ മൂടപ്പെട്ടതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല, ആൻഡ് ആൻ എനോമസ് ഗോബ്ലിൻ റാറ്റ് ലൈങ് ഡെഡ്. വളരെ വലിയ ഒരു ഗോബ്ലിൻ റാറ്റ് അവിടെ ചത്തു കിടക്കുന്നതും എനിക്ക് കാണാൻ സാധിച്ചു. ഇറ്റ് വാസ് ലാർജർ ദാൻ എ കൗ. ഒരു പശുവിനേക്കാളും വലുപ്പമുണ്ടായിരുന്നു ആ റാറ്റിന്. I could also see the mouths of the cats which I had drawn the night before was red and wet with blood. മാത്രമല്ല, തലേ രാത്രി ഞാൻ അവിടെ വരച്ചു വെച്ച പൂച്ചകളുടെ എല്ലാം തന്നെ വായ്കൾ നല്ല ചുവന്ന നിറത്തിലും ബ്ലഡ് കൊണ്ട്, രക്തം കൊണ്ട് നനഞ്ഞിരിക്കുന്നതും എനിക്ക്. I realized that the goblin rat was killed by the cats I drew. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വരച്ച പൂച്ചകളാണ് ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നത് എന്നുള്ള കാര്യം. Then I also fully realized why the old priest had advised me to avoid large places and to keep to small. മാത്രമല്ല, എന്തുകൊണ്ടാണ് പുരോഹിതൻ വിശാലമായ സ്ഥലം ഒഴിവാക്കി ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങിക്കൂടണമെന്ന് എന്നെ ഉപദേശിച്ചത് എന്നുള്ള ആ ഉപദേശത്തിൻ്റെ യഥാർത്ഥ പൊരുളും അപ്പോൾ എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ടെക്സ്റ്റ് ബുക്ക് പേജ് 35. 35ാമത്തെ പേജിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മോട് ആവശ്യപ്പെടുന്നത്, ഹൗ വാസ് ദ ഗോബ്ലിൻ റാറ്റ് കിൽഡ്? ഗോബ്ലിൻ റാറ്റ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? റൈറ്റ് ദി ഈവൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. ബുക്കിൽ തന്നിരിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗോബ്ലിൻ റാറ്റിൻ്റെ മരണത്തിലേക്ക് നയിച്ച ഓരോ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവിടെ ഈ ചാർട്ടിൽ എഴുതി ചേർക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എ ഗോബ്ലിൻ റാറ്റ് ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീറ്റ്സ് അവേ ആൻഡ് ടേക്കൺ പൊസിഷൻ ഓഫ് ദ ടെമ്പിൾ. ഒരു ഗോബ്ലിൻ റാറ്റ് ക്ഷേത്രത്തിലെ പുരോഹിതന്മാരെ എല്ലാം തന്നെ ഭയപ്പെടുത്തി ഓടിച്ച് ക്ഷേത്രം കൈയടക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദ ബോയ് entered the temple and drew a great many cats upon the screen and the pillars of the temple. ഈ കുട്ടി ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനുകളിലും തൂണുകളിലും ധാരാളം പൂച്ചകളെ വരച്ചു വെക്കുകയും ചെയ്തു. നെക്സ്റ്റ്, the boy found a little cabinet and slept inside it. ക്ഷേത്രത്തിൽ ഒരു ചെറിയ ക്യാബിനറ്റ് കുട്ടി കണ്ടു. അവൻ അതിൽ കയറി ഉറങ്ങി. നെക്സ്റ്റ് പോയിന്റ്, in the middle of the sleep he was awakened by a terrible noise of fighting and screaming. ഉറക്കിനിടയിൽ പരസ്പരം പോരടിക്കുന്നതിൻ്റെയും നിലവിളിക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേട്ട്, പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് അവൻ ഉറക്കിൽ നിന്ന് ഉണർന്നു. നെക്സ്റ്റ്, in the following morning the boy saw the floor of the temple was fully covered with blood and an enormous goblin rat bigger than a cow lying dead on the floor. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൻ്റെ തറയാകെ രക്തം മൂടിക്കിടക്കുന്നതും വളരെ വലിയ, എനോമസ്, വെരി ബിഗ്,
ഒരു ഗോബ്ലിൻ റാറ്റ് അവിടെ ചത്ത് കിടക്കുന്നതും അവൻ കണ്ടു. ആ ഗോബ്ലിൻ റാറ്റ്, ഇറ്റ് വാസ് ബിഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാൾ വലുപ്പമുണ്ടായിരുന്നു. നെക്സ്റ്റ്, he believed that cats that he drew the night before killed the goblin rat. താൻ തലേന്ന് രാത്രി വരച്ച ആ പൂച്ചകളാണ് ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നത് എന്നവൻ വിശ്വസിച്ചു. ഇത്രയുമാണ് ഈ കഥയിൽ ഉള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇതോടുകൂടി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്നുള്ള ഈ അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, പ്രധാനപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇവയെല്ലാം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.